എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കേൾക്കാവോ? എൻ്റെ പേര് ഡോക്ടർ യദുകൃഷ്ണൻ. ഞാൻ ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജനാണ്. ഡോക്ടർ ഫർസാനെയായിരുന്നു എനിക്ക് ക്ലാസ് പറഞ്ഞത്. നമ്മുടെ ഒറ്റപ്പാലം ബ്ലോക്കിൻ്റെ ക്ലാസ് നടത്തുന്നത്. പക്ഷേ ഇത് അവിടെ കുറച്ച് പ്രോഗ്രാംസ് നടത്തുന്നതാണ് ഒപ്പി കുറച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് വലിയൊരു ക്ലാസ്സൊന്നും എടുത്ത് ബോറടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം എനിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു 100 ദിനത്തെ ക്യാമ്പയിൻ, വളരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം സർക്കാർ ഇന്ത്യ ഒട്ടാകെ നടത്തുന്നു. വിവിധ പോസ്റ്റിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സാറ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും 195 ജില്ലകളിലായിട്ട് നടത്തുന്നതാണ്. കേരളത്തിലെ 14 ഇത് വളരെ പ്രബലമായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ മുഖ്യധാര പ്രവർത്തകരിൽ ഒരു ഗ്രൂപ്പ് അംഗൻവാടി വർക്കേഴ്സിനും ഒരു റോളുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കാനും നമുക്ക് ഈ ഒരു പ്രോഗ്രാം ശക്തിപ്പെടുത്താനും ജനനന്മയ്ക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ട്യൂബർകുലോസിസ് എന്ന രോഗത്തിനെ കുറിച്ചുള്ള പൊതുബോധം ഒന്ന് കൂടുതലായിട്ട് ഉണ്ടാക്കാം. എന്താണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം? എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? കുറേ പേർക്ക് ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ഈ അസുഖത്തിന്റെ പേര് പോലെ തന്നെ ക്ഷയിപ്പിക്കുന്ന ഒരു അസുഖമാണ്. ശരീരം ക്ഷയിപ്പിച്ച് ആരോഗ്യമില്ലാതാക്കി മരണത്തിലോട്ട് നയിക്കുന്ന ഒരു അസുഖമാണ്. ഏതാണ്ട് ഒരു 30-40 വർഷം മുമ്പ് വരെ ഈ അസുഖം വലിയ ശതമാനം പേര് മരണമടയാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ പോലത്തൊരു സമഗ്രതയുള്ള രാജ്യത്തിന്, പ്രത്യേകിച്ച് കേരളം പോലത്തൊരു സ്റ്റേറ്റിന് കളിക്കാൻ സാധിക്കുന്നതിന് അപ്പുറമാണ് ഈ അസുഖം ഇപ്പോഴും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയുള്ള അസുഖമാണ് നമ്മൾ എന്തുകൊണ്ട് കഴിച്ചിട്ട് കേൾക്കാത്തത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ഷയരോഗങ്ങൾ നേരിട്ട് അറിയാം? രോഗം ഉണ്ടായിരുന്നവരോ ഇപ്പോൾ അറിയാം. എന്നാലും നമ്മുടെ ഒരു 1000 പേരെ എടുത്താൽ എത്ര പേരെ അത് നമ്മളുടെ അറിയാവുന്ന കണ്ടുപിടിച്ച എണ്ണങ്ങളാണ്. അറിയാത്തവർ അതിൻ്റെ 10 ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അസുഖം മാറിയിരിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഈ അസുഖമോ അതിൻ്റെ ലക്ഷണങ്ങളോ ഉണ്ട്. പക്ഷേ പ്രകടനം അതിൻ്റെ ലക്ഷണങ്ങളും ഈ അസുഖത്തിനെ കുറിച്ചുള്ള ഒരു വളരെ വിശദീകരണമാണ്. ഒരു ബാക്ടീരിയ ആണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അറിയാം. സാധാരണ നമ്മുടെ ചെറിയ ജലദോഷം ഇതിനൊരു പ്രത്യേകം മൈക്രോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ. ഇതിന് സാധാരണ ബാക്ടീരിയേക്കാൾ കൂടുതൽ സംരക്ഷണമുള്ള ആവരണമുണ്ട്. അത് കാരണം സാധാരണഗതിയിൽ നമ്മൾ ഒരു ബാക്ടീരിയ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി, നമ്മുടെ പോഷകങ്ങൾ, വെളുത്തരക്കാനുകൾ, ചുവന്നരക്കാനുകൾ, ഇതിൻ്റെ പ്രവർത്തനത്തിൽ പ്രതികൂലമായി ബാധിച്ച് അതിനെ മറികടന്ന് ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ശക്തിയുള്ള ഒരു ബാക്ടീരിയയാണ്. സാധാരണ ബാക്ടീരിയകളെ പോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിലുള്ള വെറുതെ ഒരു ചില്ലറ മരുന്നുകൾ ഏതാനും കൊടുത്തു കഴിഞ്ഞാൽ മാറിപ്പോകുന്ന ഒരു അസുഖമാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേര് കഴിക്കുന്നു. ചുമ പണ്ട് പറയാറുണ്ട് 2 ആഴ്ചയിൽ കൂടുതലുള്ള സാധ്യത ചുമന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടി വസ്തുത പറയുന്നില്ല. നിർത്താതെയുള്ള മരുന്ന് കഴിച്ചിട്ടും വ്യത്യാസം വരാത്ത ചുമ. പിന്നെ പനി തന്നെ പ്രത്യേകിച്ചും രാത്രി വൈകുന്നേരങ്ങളിൽ രാത്രി സമയത്തുള്ള എന്താ യാത്രയൊക്കെ വലിയ പകൽ കഴിഞ്ഞാൽ പകലും പനി വരാം. സാധാരണഗതിയിൽ നമുക്ക് പകൽ സമയത്ത് പനി വരിക എന്ന് പറഞ്ഞാൽ കൂടിയ അസുഖങ്ങൾ. ഈ ട്യൂബർകുലോസിസ് തുടങ്ങുമ്പോൾ വളരെ
ലോ ലെവലിലാണ് സാധിക്കുന്നത്. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് വലിയ കാര്യം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. രാത്രി നമ്മുടെ ശരീരത്തിലെ കുറേ ഹോർമോൺ സിസ്റ്റംസൊക്കെ ഒരു വീക്ക് ആകുമ്പോഴാണ് പരിവർത്തനം പ്രകടനം. ഈ വൈകുന്നേരം മാത്രം പറ്റുന്നു എന്ന് പറഞ്ഞ അർത്ഥം അസുഖം വളരെയധികം നമ്മുടെ ശരീരത്തിന് നേരിട്ട് ബാധിക്കുന്ന തരത്തിലാകില്ല. പക്ഷേ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ലക്ഷണം എന്താ? തൂക്കം കുറയും. അത് ഈ രാത്രി പനിയുടെ രാത്രി പനി മാത്രം എടുത്താലും വണ്ണം കുറയും, ഭാരം കുറയും. ഇതിന്റെ വളരെ പ്രകടമാണ്. പക്ഷേ തൂക്കക്കുറവ് ഒരു ഡേഞ്ചർ സൈനായിട്ടുണ്ട്. കാരണം ഈ അസുഖം കുറച്ച് പ്രോഗ്രസ് ചെയ്ത് കഴിയും, കുറച്ച് മൂർച്ഛിച്ച് കഴിയുമ്പോൾ മാത്രം ഈ തൂക്കക്കുറവും വിശപ്പില്ലാതെയും കൊടുക്കുന്നുണ്ട് വരും. പിന്നെ എന്തെങ്കിലുണ്ടോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലക്ഷണം ചുമക്കുന്ന എന്തെങ്കിലും വ്യത്യാസം? കഫത്തിൽ രക്തം വരുന്നു. ഒരു കാലത്ത് കഫത്തിൽ രക്തം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ക്ഷയരോഗമാണ് എന്നുള്ള ഉദ്ദേശത്തിൽ അതിനെ ചികിത്സിച്ച് പരിശോധിച്ച് നോക്കാനാണ് പറയുന്നത്. ഏതെങ്കിലും രോഗി ഓപ്പിയിൽ വരുമ്പോൾ ചുമത്തിൽ വരും കഫത്തിൽ രക്തത്തിന് ആവശ്യമുണ്ട്, അത് ടെസ്റ്റുകൾ നടത്തി തീരുമാനിക്കുന്നത് വരെ ക്ഷയരോഗമാണ് എന്നുള്ള അനുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ പഠിക്കാറ്. പിന്നെ വേറെ ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? കേൾക്കാവോ? ഞാൻ പറയുന്നത് ക്ലിയറല്ലേ? വേറെ ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? നിർവാചകം എന്ന് പറയുന്നത് ഈ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന അസുഖം ശ്വാസകോശത്തിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിനെയും ഇത് ബാധിക്കും. ഏറ്റവും കൂടുതലുള്ളത് ശ്വാസകോശമായതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പനിക്കുന്ന ലക്ഷണങ്ങൾ പറയുന്നത്. വേറെ ബാധിക്കുന്ന ഏറ്റവും സെക്കൻഡ് പോയിന്റ് ഇത് കഴിഞ്ഞു. ശ്വാസകോശം കഴിഞ്ഞാൽ പിന്നെ ബാധിക്കുന്നത് കഴുത്തിലെ കഴലുകളാണ്. കഴുത്തിലെ കഴലുകൾ എന്തായാലും ലക്ഷണം പനി ഉണ്ടാകും, പിന്നെ മുഴയുണ്ടാകും. കഴുത്ത് ഈ ഭാഗങ്ങളിലായിട്ടുള്ള വലിയ മുഴ. എന്താ പറയുക? പ്രത്യേകത സാധാരണ രീതിയിൽ കുട്ടികൾക്ക് പനി വരും, അല്ലെങ്കിൽ ചെറിയ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ കഴലിരിക്കണം. ഈ കഴലിരിക്കാൻ പക്ഷേ സാധാരണ പോലെ അപ്രത്യക്ഷമാണ്. വലുതായിട്ട് വലിയ കഴലുകൾ ഒട്ടിപ്പിടിച്ചായിരിക്കും. വലിയ വലിപ്പമുള്ള കഴലുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴല കഴിഞ്ഞു ഇന്ന് ബാധിക്കുന്ന വലിയ വളരെ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് ദിവസം മാത്രം എത്ര കാര്യങ്ങളൊക്കെയാണ്. കടല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാകുമ്പോൾ എല്ലാം അത് തന്നെ നട്ടൽ. നട്ടലിൽ വരുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് കാണുന്നില്ല. ഞാൻ പഠിച്ചമായിട്ട് നടുവേദന കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ശരീരം ക്ഷയിക്കുന്നു, ഭയങ്കര വരുന്നു, ആ ഭാഗത്ത് തലക്കുകൾ ഉണ്ടാകുന്നു. എക്സ്റേ നോക്കുമ്പോൾ ലക്ഷണങ്ങൾ വേറെ ലക്ഷണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. നട്ടലിന്റെ നടുവേദനയും ചിലപ്പോൾ പനി ഉണ്ടാകാറുണ്ട്. ചില കേസുകളിൽ ഈ നട്ടലിൽ നിന്നുള്ള നട്ടലിന്റെ രീതിയിൽ പ്രത്യേകിച്ച് വ്യത്യാസമുള്ള ലക്ഷണങ്ങളുണ്ട്. നടുവേദന അത് ഒരു ഭീകരാവസ്ഥയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടുവേദന ഇല്ലാത്ത കാര്യമില്ല, എല്ലാവർക്കും ഒരു ലക്ഷണം. ഈ ലക്ഷണമായി പക്ഷെ താരതമ്യേന ശ്വാസകോശ രീതിയും കടലേലും കഴിഞ്ഞാൽ ഇതിനെ കുറവാണ്. പിന്നെ ഏതവയവത്തിന് ബാധിക്കണം? തലച്ചോറിനെയും നാടിനെ ബാധിക്കും. പ്രധാനമായ ലക്ഷണം മെനിഞ്ചൈറ്റിസ് തലച്ചോറ് പഠിച്ചു വരും. അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളായിരിക്കും തലച്ചോറിനെ ബാധിക്കും. അത് വളരെ അപൂർവമാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ചികിത്സയിൽ വളരെ ബുദ്ധിമുട്ടുള്ളവർ. പിന്നെ ബാധിക്കുന്ന രണ്ട് അവയവങ്ങളാണ് വൃക്കയും കുടലും. വൃക്കനെ ബാധിച്ചാൽ എന്തായിരിക്കും ലക്ഷണം? പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. കൂടി പോയാൽ മൂത്രത്തിൽ രക്തത്തിനാശം വരാം. മൂത്രക്കല്ല് പോലെ അല്ലെങ്കിൽ മൂത്രത്തിന് പഴുപ്പ് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും പ്രകടമാക്കില്ല. കുടലിൽ ബാധിക്കുകയാണെങ്കിൽ കുടലിൽ ഇതിന് പ്രകടമായ ലക്ഷണങ്ങൾ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും മോശം വൈദ്യുതി പോകുന്നത് മലബന്ധങ്ങളാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകും. മറ്റവയവങ്ങളുടെ ലക്ഷണങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് നമുക്ക് വേർതിരിച്ചറിയാവുന്ന ലക്ഷണങ്ങളാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ശ്വാസകോശ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികൾക്ക് പകരാനുള്ള സാധ്യത കുറവാണ്. ശ്വാസകോശത്തിൽ ജീവിക്കുന്ന ഒരാൾ
കുറച്ചും കൂടെ നല്ല ടെസ്റ്റുകൾ വരെ വന്നിട്ടുണ്ട്. സാധാരണ ബാക്ടീരിയ പോലെ പെട്ടെന്ന് വളർത്തി കൾച്ചർ എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ അതുപോലെ വളർത്തിയെടുക്കാവുന്ന ബാക്ടീരിയ അല്ലാത്തത് മറ്റ് ടെസ്റ്റുകളൊക്കെ എടുക്കും. ഇപ്പോൾ നമ്മളതിന് ചെയ്യുന്നതാണ് നാറ്റ് ടെസ്റ്റ്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ട് നാറ്റ്, NAA, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഈ TB ഷുഗർ പ്രോഗ്രാമിൽ തന്നെ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ നാറ്റ് ടെസ്റ്റ് കിട്ടുകയെന്നുള്ളത്. അതുമല്ലെങ്കിൽ പിന്നുള്ളത് എന്തിന്റെ എക്സ്റേ എടുത്താൽ ക്ഷയരോഗത്തിന് പ്രകടമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കാണാം. സ്ഥലത്ത് കുറച്ച് പ്രോഗ്രസ് ചെയ്ത അസുഖത്തിനെ കുറിച്ചുള്ളൊരു മനസ്സിലാവും. ഇനി ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്? ക്ഷയരോഗം നമ്മൾ കുറച്ച് വരും. ശരീരം മസിലുകളും പ്രോട്ടീനുകളുടെയൊക്കെ അംശം ശരീരത്തിൽ പോയാൽ ഇത് കാരണം ആളുടെ അസുഖത്തിന്റെ പ്രോഗ്രസ് അതിനെക്കുറിച്ച് വളരെ വേഗത്തിലാകാം. വളരെ പെട്ടെന്ന് മറ്റ് അവയവങ്ങളിലോട്ട് എത്താൻ അപകടത്തിലൂടെ മരണത്തിലൂടെ പോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ഒരു വലിയ ശതമാനം ജനങ്ങൾക്ക് ഈ അസുഖം വന്നാൽ അപകട സാധ്യത കൂടുതലുണ്ട്. ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ പറയാം. മുൻപ് ക്ഷയരോഗം വന്നു, സ്വാഭാവികമായിട്ട് അവർക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യത. വീട്ടിലെ കോണ്ടാക്ട്, വീട്ടിൽ ഒരാൾക്ക് ക്ഷയരോഗം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റാരെക്കാളും കൂടുതൽ അവർക്ക് ക്ഷയരോഗം വരാൻ സാധ്യതയുള്ളത് വീട്ടിൽ കൂടെ താമസിക്കുന്നു. പിന്നെ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരം, അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വരുന്നത്. നമുക്ക് അംഗൻവാടി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്ന് തന്നെ കുട്ടികളുടെ പോഷകാഹാര കുറവിനെ നിയന്ത്രിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്. ഈ ഒരു അസുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകമാണ് പോഷകാഹാരം. കുട്ടികൾക്കും മുതിർന്നത് പോഷകാഹാര കുറവുണ്ടെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരെക്കാളും കൂടുതൽ കോംപ്ലിക്കേഷൻസ്, അപകട സാധ്യതകൾ കൂടാനുള്ള ഒരവസ്ഥ. പിന്നെയുള്ളത് ഷുഗർ ഉള്ള രോഗികൾക്ക് ഈ അസുഖം വളരെ പെട്ടെന്ന് പ്രോഗ്രസ്. കാരണം ഷുഗർ ഓൾറെഡി പ്രമേഹ രോഗമുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി താരതമ്യേന കുറവാണ്. അവർക്ക് വളരെ പെട്ടെന്ന് അസുഖം വരാം, പെട്ടെന്ന് കിട്ടാം, പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാം, പെട്ടെന്ന് മോശമാകാം, മരണ സാധ്യത താരതമ്യേന കൂടുതലാണ്. പിന്നെ വേറെ ഏത് അസുഖത്തിനായിരിക്കും ഇമ്മ്യൂണിറ്റി ഏറ്റവും കുറഞ്ഞത്? വേറെ ഏത് അസുഖമുണ്ട്? HIV രോഗം ബാധിക്കുന്നത്. HIV രോഗവുമായിട്ട് ജീവിക്കുന്നവർക്ക് ഇമ്മ്യൂണിറ്റി താരതമ്യേന കുറവാണ്. അവർക്കും ഇതുപോലെ ഈ ആൾക്കാരൊക്കെ പ്രത്യേകത നോക്കിയാൽ ഇത്തരക്കാർക്ക് ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഒരു ക്ഷയരോഗമുള്ള ഒരാളുടെ കൂടെ ഇരുന്നാൽ 10 പേര് ഉണ്ട്. 10 പേര് 2 പേർക്ക് ഈ പറയുന്നത് ഒരാൾക്ക് HIV ഉണ്ട്, ഒരാൾ ഡയബറ്റീസ് ഉണ്ട്. മറ്റ് 8 പേരെക്കാളും ഈ 2 പേർക്കായിരിക്കും ക്ഷയരോഗം വരാനും വന്നു കഴിഞ്ഞാൽ അത് മോശമാകാനും സാധ്യത കൂടുതൽ. പിന്നെ ഉള്ളത് 60 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികൾക്കും താരതമ്യേന റിസ്ക് കൂടുതലാണെന്ന് പറയാം. അപ്പം ആലോചിച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ഷുഗറുള്ള രോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. പാലക്കാട് ജില്ല പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമേയത്തിൻ്റെ തലസ്ഥാനം ഇപ്പോൾ പറയപ്പെടുന്നത് നമ്മുടെ പാലക്കാട് ജില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ക്യാമ്പ് നടത്തുമ്പോൾ വരുന്നതിൽ ഒരു വലിയ ശതമാനം 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും പ്രമേഹവും. അപ്പോൾ റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അസുഖത്തിനെ കണ്ടുപിടിക്കുന്നത് കുറച്ച് കൂടുതൽ. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ക്ഷയരോഗത്തിൻ്റെ നിർണയത്തിന് വേണ്ടി നമുക്കുണ്ടായിരുന്നത് NTEP എന്ന് പറയുന്നത് നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. NTEP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടി ഇന്ത്യ സർക്കാർ നടത്തിക്കൊടുക്കുന്നത്. 2015 മുതൽ 2017 മുതൽ 2025 വരെയാണ് ആ പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. കാരണം 2015 നോക്കുമ്പോൾ ക്ഷയരോഗത്തിൻ്റെ എമൗണ്ട് ഇന്ത്യയിൽ കൂടുതലാണെന്ന് കണ്ടുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അപ്പോൾ അതിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2015 കണ്ടതിനേക്കാളും കേസുകൾ വർധനവ് വരുന്നതിന് 80% കുറയ്ക്കാം. 25 ഇപ്പോൾ 2015 100 കേസ് ഡിറ്റക്ട് ചെയ്യുന്നത് 2025
ഇല്ലാതെ വരുന്നത്. ഓരോ വർഷവും ക്ഷയരോഗത്തിന്റെ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ എല്ലാം സർക്കാർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ആ ഘട്ടത്തിന് എല്ലാ ചികിത്സയും പൂർണ്ണമായും സർക്കാരിൻ്റെ സംബന്ധിക്കുന്നത്. മരുന്നുകളാണെങ്കിലും രോഗികൾക്കുള്ള ഭക്ഷണത്തിനുള്ള ചെലവുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും സർക്കാരിന് നേരിട്ട് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് എല്ലാ രോഗികളും രീതിയിലൊന്നും നോക്കാതെ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ഭീമമായിട്ടുള്ള തുക സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചെലവിടലിൽ നിന്നും ഇതിനെ കുറച്ച് കൊടുക്കും. ഇതായിരുന്നു NTP എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. നമ്മൾക്ക് 2025 എത്ര എത്തി എന്നറിയാം. ഉദ്ദേശിച്ചത് 80 ആണെങ്കിൽ 20-22% വരെ അത് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ ഉദ്ദേശം ഇതിനെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ കൃത്യമായി കണ്ടുപിടിച്ച് കൂടുതൽ ആ അപകട സാധ്യതയെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഈ 100 ദിന ക്യാമ്പ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. 100 ദിന ക്യാമ്പിൽ എന്താ തുടങ്ങിയത്? 7 ഡിസംബറിന്, ഈ കഴിഞ്ഞ 7 ഡിസംബറിനാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. 100 ദിന ക്യാമ്പ് മാർച്ച് 24 ലോക TV ദിനത്തോടുകൂടി ഈ 100 ദിന ക്യാമ്പയിൻ അവസാനിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് മേഖലകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ? ലക്ഷ്യവാഹനങ്ങൾ പറഞ്ഞിട്ട് ക്യാമ്പുകളിൽ പോകുന്നുണ്ട്. കുറേ പ്രോഗ്രാംസുകൾ അതുകൊണ്ടിരിക്കും. അതിൽ പ്രത്യേകിച്ചും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കമ്പോണന്റാണ് ജനഭാഗിദാരി. ജനപങ്കാളിത്തം ഹിന്ദി വാക്കാണ്, മലയാളത്തിൽ നമ്മൾ ജനപങ്കാളിത്തം. ജനപങ്കാളിത്തം അത്യാവശ്യമാണ് ഈ അസുഖത്തിൻ്റെ നേരിടുന്നത്. എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട കാര്യം, ഈ അസുഖത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരണം ആരോഗ്യ മേഖലയിലുള്ളവരെ വെച്ച് പുറമെയുള്ളവർക്ക് ഈ അസുഖത്തിനെ ഇപ്പോഴും വ്യക്തമായ കാര്യങ്ങളാണ്. എല്ലാവരോടും ക്ഷയരോഗം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു അസുഖമാണ്, നമ്മുടെ ശരീരം ക്ഷീണിക്കലാണ് എന്നതിനപ്പുറം ഇതെങ്ങനെ പറയുന്നു, എത്ര കാലം കൊണ്ടൊക്കെയാണ് വരുന്നത്, ഇത് വന്നാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കുന്നത്, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ജനങ്ങൾക്ക് അറിയാം. ഒട്ടുമുക്കാലും പേര് ഈ അസുഖം വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ വന്നതിന് ശേഷം എന്നുള്ളത് മാറ്റി വരുന്നതിന് മുൻപേ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അത് ഏറ്റവും എളുപ്പമാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള അധ്യാപന മേഖലയിലുള്ള ആൾക്കാരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അവരോട് എത്തിക്കണം. ഇവിടെ എത്ര 150 പേരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആഴ്ചയിൽ എത്ര പേരെ കാണുന്നുണ്ട്? ക്യാമ്പുകളായിട്ട് 100 ആൾക്കാരെ കാണുന്നു. എല്ലാ ക്യാമ്പിലും ഒരു 5 മിനിറ്റ് ഈ അസുഖത്തിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ചെലവിട്ട് കഴിഞ്ഞാൽ ഇത് മാത്രം ആൾക്കാരെ നമുക്ക് ബോധവാന്മാരാക്കാൻ സാധിക്കും. അത് ഇവർ വീണ്ടും വരുന്നുണ്ടല്ലോ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ജനങ്ങളിലേക്ക് ഈ അസുഖത്തിനെ കുറിച്ചുള്ള ബോധം കൂടുതൽ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഈ അസുഖത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ മാത്രമല്ല തെറ്റിദ്ധാരണകളാണ്. എന്തായാലും തെറ്റിദ്ധാരണ ക്ഷയരോഗമുള്ള ഒരാൾ നമ്മുടെ ക്യാമ്പിൽ വന്നുള്ളതുകൊണ്ട് ഉടനെ എല്ലാവർക്കും പറയും, പെട്ടെന്ന് പറയും. പക്ഷേ പറയാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കൃത്യമായിട്ട് പിന്നെ അത്തരക്കാലം നോക്കുകയാണെങ്കിൽ എപ്പോഴും മാസ്ക് ധരിച്ചത് ഒരു സേഫ്റ്റി എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരും ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ രോഗമുള്ളവരോ ഇല്ലാത്തവരോ കൂടുതലായിട്ട് 6 മീറ്റർ ദൂരത്തിൽ എന്ത് സംഭവിക്കുന്ന സമയങ്ങളിൽ കഴിവതും മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും അത് നല്ലതാണ്. അതുപോലെ ജനങ്ങളോട് എല്ലാവരും ചെറുതായിട്ടെങ്കിലും അസുഖമില്ലാത്തവരോട് പറഞ്ഞെങ്കിലും നേരിയ തോതിൽ ജലദോഷം ചുമയുള്ള ആൾക്കാർക്ക് മാസ്ക് ഉപയോഗിക്കും എന്ന് പറയാം. അവരത് കളിയായിട്ട് തമാശയായിട്ട് എടുക്കുന്നത് അങ്ങനെയല്ല. ചില അസുഖങ്ങൾ കൊണ്ട് ഈ അസുഖങ്ങൾ പകരുന്നത് പോലെയാണ്. അപ്പോൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പുറത്തേക്ക് പോകുന്നതാണ് അസുഖം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അസുഖമുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അത്തരക്കാർക്ക് അസുഖങ്ങളുണ്ട് മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഒരുപാട് അസുഖത്തിൻ്റെ തീവ്രതയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഈ അസുഖത്തിന് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോത്സാഹിക്കും. ഒട്ടുമുക്കാലും പേരും ഒരു ചുമയോ പനിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞാണ് ആദ്യമായിട്ട് ഡോക്ടറെ കാണിക്കുന്നത്. ഒരു
ചുമ പറഞ്ഞു, 4-5 ദിവസം വെയിറ്റ് ചെയ്തു, വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? കടയിൽ ചെന്ന് കൃഷ്ണദോശ ഏതെങ്കിലും ഒരു ആസ്പത്രി വിളിച്ച് കഴിക്കും. ചിലപ്പോൾ 3 ദിവസത്തേക്ക് ചുമ കുറവുണ്ടാവും, പിന്നെ വീണ്ടും വരും. അപ്പോൾ പിന്നെ പനിയായി, അപ്പോൾ പാരസെറ്റമോൾ കൂടെ വിളിച്ചു. പിന്നെ ഇടയ്ക്ക് 1-2 ദിവസം കുറഞ്ഞു നമുക്ക് പനിയായിരുന്നു, പിന്നെ വീണ്ടും തുടങ്ങി. രണ്ടാമതും തുടങ്ങി കഫം വരുന്നതിന് നിറവ്യത്യാസം വന്ന് നിരന്തരമായിട്ട് പനിയൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും രോഗികൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു ക്ലിനിക്കിൽ എടുക്കുന്നത് കാണും. ക്ലിനിക്ക് കാണുമ്പോൾ എന്തെങ്കിലും സാധാരണ രീതിയിലുള്ള ഡോക്ടർമാരെല്ലാവരും 3 ദിവസത്തേക്ക് മരുന്ന് കൊടുക്കും. ചിലപ്പോൾ മരുന്ന് കഴിയുമ്പോൾ കുറയുമായിരിക്കും, ചിലപ്പോൾ കുറയും. കുറയാത്തവർ മാത്രമേ ഹെൽത്ത് സെൻ്ററുകളിലോ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലുകളിലോ വന്ന് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും എന്ത് പറ്റുക? അവരോട് പറയുമ്പോൾ എന്ത് പറ്റും? ജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എവിടെ ചെന്നാലും തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 2 ദിവസം. 10-12 ദിവസമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അതിനിടയിൽ മരുന്ന് കഴിച്ചു എന്നുള്ളത് പറയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. കേൾക്കുന്ന ഡോക്ടർ എന്ത് വിചാരിക്കും? 2 ദിവസമല്ലേ സാധാരണ മരുന്ന് കൊടുക്കാം. അപ്പോൾ ഈ അസുഖം ഓൾറെഡി തുടങ്ങിയിട്ട് ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 3-4 ആഴ്ച ആയിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ അപകടമുള്ള ലക്ഷണങ്ങൾ, വണ്ണം കുറയുക, വിശപ്പില്ലായ്മ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എത്തുമ്പോഴായിരിക്കും കാണുന്ന ഡോക്ടർക്ക് അത് വേറെ എന്തെങ്കിലും ആകാമെന്നൊരു സംശയം തോന്നി പരിശോധന നമുക്ക് കാണും. പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ തന്നെ കണ്ട് പരിചയമുണ്ടാവും, ഒരുപാട് പേര് ഇങ്ങനെ കാണുന്നു. അപ്പോൾ അങ്ങനെ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഡോക്ടറെ കാണിക്കും. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വരും. കൂടിപ്പോയാൽ 2-3 ദിവസത്തേക്കുള്ള മരുന്ന് കിട്ടുന്നുള്ളതല്ലാതെ വേറെ ദോഷങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ വളരെ നേരത്തെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഫേസിലോട്ട് എത്തുന്നതിന് മുമ്പേ തന്നെ അത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഉള്ളതിനാണ് ഈ പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമാണ് പ്രവർത്തിക്കുന്നത് നിക്ഷയ് മിത്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. നിക്ഷയ് മിത്ര എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃത്ത്. അപ്പോൾ നിക്ഷയ് മിത്ര എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നമുക്ക് സർക്കാരിന് എല്ലായിടത്തും ചെന്ന് ഈ ഷുഗർ പ്രോസസ് രോഗികളെ സഹായിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിന് ഉതകുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള ഒരു രോഗി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സ കിട്ടുന്നതാണോ അതോ ഒറ്റപ്പാലത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചികിത്സ കിട്ടുന്നതാണോ? ഏതായിരിക്കും? എപ്പോഴും നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്നും സഹായത്തിൽ ചികിത്സ കിട്ടുമ്പോഴാണ് രോഗികൾക്ക് കൂടുതലാകുന്നത്. ഇപ്പോൾ ഒരു രോഗിയുണ്ട്, നിങ്ങൾക്ക് അസുഖമുണ്ട്, ചികിത്സ മുഴുവൻ ഫ്രീ ആണ്, പക്ഷേ നിങ്ങൾ അതിന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരണമെന്നാണ്. എത്ര ദിവസമാണ് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഓരോ ദിവസത്തെ കാര്യങ്ങൾ അറിയുന്ന ജോലി കൊണ്ട് പോകുന്നു. അപ്പോൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ സൊസൈറ്റിയിൽ, നമ്മുടെ തന്നെ സമൂഹത്തിലുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തികളോട് ഈ അസുഖത്തിനെ കുറിച്ച് സംസാരിച്ച് അവരാലാകുന്ന സഹായങ്ങൾ. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഭക്ഷണം വേണ്ടി വീട്ടിൽ ജോലിക്ക് പോയതിനാൾക്ക് ഷെയറാകുന്നു, അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അവരെ കൊണ്ടാകുന്ന സഹായം ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് അവരുടെ അസുഖം, ഈ അസുഖം ഉള്ള ആൾക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല, വീട്ടിൽ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല, അതിലെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ സന്നാഹങ്ങളുണ്ട്. അതിനൊന്നും കൂടെ പരിപോഷിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഉന്നതരായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ്, വാർഡ് മെമ്പർമാരും അതുപോലെയുള്ള മറ്റു ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ചേർപ്പെടുത്താൻ എളുപ്പമുണ്ട്. രാഷ്ട്രീയ പാർട്ടി, ഒട്ടുമുക്കാലും സ്ഥലത്തും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വളരെയധികം സേവനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട്. അവരോടൊന്ന് വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു രോഗിയുണ്ട്, അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ള സന്നാഹങ്ങളുണ്ട്. അവർക്ക് പറ്റുന്ന എന്ത് സഹായമാണെങ്കിലും ഈ രോഗത്തിൻ്റെ നിയന്ത്രണത്തിൽ വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു രോഗമില്ല നമുക്കെല്ലാവർക്കും. പിന്നെ ഏറ്റവും അവസാനത്തത് ക്ഷയരോഗം വരുന്നത് തടയാനാണ്. അതിനെന്താ പറ്റുന്നത് എന്ന് പറഞ്ഞു. ലക്ഷണങ്ങളുള്ളവരെല്ലാവരും മാസ്ക് ധരിക്കും. അപ്പോൾ പിന്നൊന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഓൾറെഡി ക്ഷയരോഗം വന്നു പോയ ആൾക്കാർ ഈ ചാനൽസാണ് നമ്മളോട് ക്ഷയരോഗം ഓൾറെഡി വന്നു പോയ ആൾക്കാരെ ടി വി ചാനൽസ്
ഗ്രാമസഭകളോ അല്ലെങ്കിൽ അംഗൻവാടികളോ ക്യാമ്പുകളോ നടത്തുന്ന സമയത്ത് നമ്മൾ ഇത്തരക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്താൽ അവർ നേരിട്ട് പറയുന്നതായിരിക്കും ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ. പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും സ്വീകാര്യമായിരിക്കും. അവരുടെ തന്നെ പുറത്ത് കഴിഞ്ഞാൽ ഈ അസുഖം വന്നു പോയാണ് പറയുമ്പോൾ അതിനുണ്ടാകുന്ന സ്വീകാര്യം. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഈ അസുഖത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ക്യാമ്പുകൾ നടത്തുമ്പോൾ ഈ നിക്ഷയ് ശിവർ എന്നാണ് ഈ പറയുന്ന ക്യാമ്പയിനിൽ പറയുന്നത്. നിക്ഷയ് എന്ന് പറഞ്ഞാൽ ശിവർ എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്. അതിൻ്റെ അർത്ഥം ക്യാമ്പ് എന്നാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നടത്തുന്നത് ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്ത് ക്യാമ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എത്ര പേർക്ക് ഈ അസുഖത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തിരിച്ചറിയും. ആ കൂട്ടത്തിലുള്ള ആൾക്കാരെ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ലഘുവായ പരിശോധന നടത്തുന്നു. സംശയമുള്ളവരെ പരിശോധനയിൽ അയക്കുക. കണ്ടുപിടിക്കുന്നവർക്ക് ചികിത്സ കൊടുക്കുക. സാധ്യത കൂടുതലുള്ളവർക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് നടത്തുക. ഇത്രയുമാണ് ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും ലഘൂകരിച്ചിട്ടുള്ള പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം വേണ്ടതെന്നാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഈ അസുഖത്തിൻ്റെ സാധ്യത ക്യാമ്പിൽ വരുന്ന ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് നേരത്തെ പറഞ്ഞ 60 വയസ്സിന് മുകളിലുള്ളവർ, വന്നവർ, കുടുംബത്തിൽ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ എവിടെയായിരുന്നു? ഷുഗർ ഉള്ളവർക്ക് ഓൾറെഡി പ്രോട്ടീൻ കഴിക്കാൻ കുറവുള്ള ഭക്ഷണം പറയുന്നത് തൈറോയ്ഡ് എന്നൊക്കെ കഴിക്കാൻ കുറവുള്ള വെജിറ്റേറിയനവർക്ക് കുറച്ച് പോഷകാഹാരക്കുറവൊക്കെ നൽകി വരും. പോഷകാഹാരക്കുറവ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കാണുന്നത് ജോലി ചെയ്യുന്നത് ഈ പറയുന്ന സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആൾക്കാർ പോഷകാഹാരക്കുറവ് കുറച്ചുകൂടെ പ്രബലമാണ്. നമ്മുടെ വൈദ്യന്മാർക്ക് ഇതിലൊക്കെ പഞ്ചായത്തുകളിലെ വാർഡുകളോ അന്യദേശീയ സംസ്ഥാനങ്ങളിലുള്ള പൊതുവെ അവർക്ക് എല്ലാവർക്കും പോഷകാഹാരക്കുറവ് പ്രകടമായിട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ ചേരികളിൽ താമസിക്കുന്നത് ചേരികളുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ പോഷകാഹാരക്കുറവ് കൂടുതൽ താഴെ പ്രദേശങ്ങളിൽ കൂടുതൽ റിമോട്ടായിട്ട് സ്ഥലത്ത് താമസിക്കുന്നവർ എപ്പോഴും കൂടി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ശക്തിയില്ലാത്തവർക്കൊക്കെ സ്വാഭാവികമായിട്ട് പോഷകാഹാരക്കുറവ് കൂടുതലുണ്ട്. അത്തരം ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കൂടുതൽ പിന്നെ ഇത്തരമാണ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവിടെ തിരിച്ചറിയാൻ പറ്റുന്ന. രണ്ടാമത് ഈ വ്യക്തികൾക്കെല്ലാം ഈ അസുഖത്തിനെ കുറിച്ചും ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചും ഇതിനെ കണ്ടുപിടിക്കുന്ന പരിശോധനകളെക്കുറിച്ചും വ്യക്തമായിട്ട് പകർന്നു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ക്യാമ്പുകളിൽ പറയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും വിസിറ്റിന് വരുന്ന വ്യക്തികളും അവരുടെ പാലിക്കുന്ന അമ്മ ഇങ്ങനെയുള്ളവരോടെല്ലാം ഈ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല അസുഖം എന്താണെന്നുള്ളത്. ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ളൊരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതേ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അവരുടെ വീടുകളിൽ പോയി പറയാം, അവരുടെ ബന്ധുക്കളോട് പറയാം. ഇങ്ങനെ ഈ അറിവ് ശൃംഖല പോലെ കൂടുതലായിട്ട് എല്ലായിടത്തും എത്തിച്ചാൽ കൂടുതൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് ഈ ക്യാമ്പയിനിൻ്റെ ഉദ്ദേശം. പിന്നെയുള്ളത് കണ്ടുപിടിച്ചവരുണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ക്ഷയരോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മരുന്ന് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ വഴി കൊടുക്കുന്നുണ്ട്. പണ്ട് അംഗൻവാടിയിൽ വന്ന് മേടിക്കും, അല്ലെങ്കിൽ അംഗൻവാടി വർക്കർ കൊണ്ടുപോകും. ഇപ്പോൾ ആശാ വർക്കേഴ്സാണ് യൂഷ്വലി കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ അസുഖമുള്ളവർ എന്തെങ്കിലും സംശയങ്ങളുമായിട്ട് വരികയാണെങ്കിൽ
അതിനെ ദൂരീകരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യും. പ്രധാനമായിട്ടുള്ളത് ഈ അസുഖമുള്ളവരോട് എന്താ പറയേണ്ടത്? ഇത് മാറുന്ന ഒരു അസുഖമാണ്. TB ഈസ് ക്യൂറബിൾ, ട്രീറ്റബിൾ അല്ല, ക്യൂറബിൾ, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. ആ ഒരു ധൈര്യം അവർക്ക് പകർന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്യാൻസറിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പേടി. ക്യാൻസർ വന്നാൽ മാറില്ലാന്ന് പേടി. പക്ഷേ ക്യാൻസർ മാറുന്നതാണ്. സ്റ്റേജ് അല്ല, അതായത് കാറ്റഗറികളുണ്ട്. അത് മുൻപുണ്ടായിരുന്നു. ചികിത്സയുടെ മരുന്ന് കൊടുക്കുന്നത് പണ്ട് കുറേ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ പറയുന്നത് ഇതുവരെ ക്ഷയരോഗം ഡിറ്റക്ട് ചെയ്യാത്ത ഒരാളെ കാറ്റഗറി 1 എന്നും വേറെ ഏതെങ്കിലും മുൻപ് വന്ന് ചികിത്സ മുടങ്ങിപ്പോയത്, ചികിത്സ നിർത്തിപ്പോയത്, അല്ലെങ്കിൽ മുൻപ് വന്ന് വീണ്ടും വന്നത് എല്ലാവരും കാറ്റഗറി 2 എന്നാണ് പറയുന്നത്. അല്ലാണ്ട് വേറെ ഡിവിഷൻ 6 പറയുന്നില്ല. പണ്ട് പല കാറ്റഗറിയിലാണ് 1, 2, 3, 4. ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ഒരിക്കലും ക്ഷയരോഗം വരാറുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് ക്ഷയരോഗം വന്ന് വീണ്ടും വന്നു, പിന്നെ നിർത്തിപ്പോയി, പല രീതിയിലാണ്. മുൻപ് വരാത്തവരും മുൻപ് വന്ന് ഏതെങ്കിലും പൂർത്തിയായവരും പൂർത്തിയാക്കാത്തവരും നിർത്തിപ്പോയവരും എല്ലാവരും അതിനകത്ത് പെടുന്നത്. പക്ഷേ ക്ഷയരോഗത്തിൻ്റെ മരുന്നുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ പഴയ സ്ട്രിപ്സ് കണ്ടിട്ടുണ്ടോ? പണ്ട് കുറേ ഗുളികകളുണ്ടായിരുന്നു. 4 തരം ആൻറ്റിബയോട്ടിക്കാണ് ഇതിന് കൊടുക്കുന്നത്. ഈ മരുന്നുകളൊന്നും നമ്മുടെ കടയിൽ സാധാരണ ഗതിയിൽ കിട്ടില്ല. സർക്കാർ അത് വളരെയധികം നിർവഹിക്കുന്നു. ഈ മരുന്നുകൾ സ്വാഭാവികമായിട്ട് വേറൊരു രോഗത്തിന് വേണ്ടി ഓവർ കമ്പനി കൊടുക്കുന്ന മരുന്നുകളല്ല. ഈ ഒരു അസുഖത്തിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്നു. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിലെ മരുന്നുകൾക്കെല്ലാം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് അതിനകത്ത് 1-2 മരുന്നുകൾ ഐസോമിനാസിഡ് ഫാർമസി എന്ന് പറയുന്ന ഗുളികകൾക്ക് കരളിൻ്റെ പ്രവർത്തനത്തിന് ബാധിക്കാറുണ്ട്. ചിലർക്കെങ്കിലും ക്ഷയരോഗത്തിൻ്റെ ചികിത്സ തുടങ്ങി കഴിയുമ്പോൾ കരളിൻ്റെ പ്രവർത്തനം മോശമായത് കാരണം ഈ ചികിത്സ പതിയെടുത്ത് നിർത്തുകയോ മറ്റ് മരുന്നുകളോട് മാറ്റുകയോ ചെയ്യുന്നു. അത്തരക്കാർക്ക് വീണ്ടും വരാനുള്ള സാധ്യത കുറച്ച് കൂടുതൽ. വേറെ ചിലർക്ക് ഈ അസുഖം വന്നു കഴിയും. ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രൈബൽ ഏരിയാസിലൊക്കെ നമ്മൾ പറയുന്ന പട്ടികവർഗം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അസുഖത്തിനോടുള്ള ഭയം മൂലം ചികിത്സ തുടങ്ങി കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് ചികിത്സയ്ക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അവർ പറയാതെ നിർത്തും. അങ്ങനെയൊക്കെ വരുന്ന കേസ് ഇത് കൃത്യമായിട്ട് ആ 6 മാസം തുടർച്ചയായിട്ട് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വലിയ കാര്യത്തില്ല. നോർത്ത് ഇന്ത്യയിൽ ഇത് വളരെ കോമണാണ്. ചികിത്സ തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴേക്കും മരുന്നുകളുള്ള വാശി കാരണം ഭയം കാരണം അവർ മരുന്ന് പിന്നെ അവർ എത്ര സമയം പറഞ്ഞാലും അവർ മരുന്ന് വെച്ച് സമ്മതിക്കും. അപ്പം എന്ത് വയ്ക്കും? അസുഖം പൂർണ്ണമായി മാറും. കൃത്യമായ 6 മാസത്തെ ചികിത്സ കഴിഞ്ഞ് കഫം പരിശോധിച്ച് അസുഖം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇത് ഇല്ല അല്ലെങ്കിൽ അസുഖം പൂർണ്ണമായി ഭേദമായി എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യും. ഏതെങ്കിലും സമയത്ത് കഫം വീണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ചികിത്സ വീണ്ടും വരും. ചിലർക്ക് 1-2 വർഷം വരെ ഇതിൻ്റെ ചികിത്സ പോകേണ്ടി വരുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നു. ചില കേസുകളിൽ ഇഞ്ചക്ഷൻ മരുന്നുകളോട് മാറ്റുക, ചിലപ്പോൾ സെക്കൻഡ് ടൈം തേർഡ് ടൈം ആയിരിക്കും നമ്മൾ സാധാരണ കൊടുക്കുന്ന മറ്റ് രീതിയിലുള്ള മരുന്നുകളോട്ടും കൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഓരോ രോഗിയെ ചികിത്സിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയേണ്ട കാര്യം ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഇതിൻ്റെ ചികിത്സ പൂർണ്ണമായും സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണ്. സർക്കാർ ഇതിൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മരുന്നിനെക്കുറിച്ചോർത്ത് ചികിത്സയുടെ ചെലവിനെ കുറിച്ചോർത്ത് ഭയക്കേണ്ടതില്ല. സർക്കാർ സ്ഥാപനങ്ങൾ ആശ്രയിച്ചാൽ ഈ ചികിത്സ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതും അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെയുള്ളത് ഇന്ന് ഓൾറെഡി എടുത്തുകൊണ്ടിരുന്നു പോഷകാഹാരക്കുറവിൻ്റെ ക്ലാസ്സുകളുണ്ട്. അതിൽ ഇതിനെ കൂടെ ഉൾപ്പെടും. ക്ഷയരോഗമുള്ളവരുടെ വീട്ടിലുള്ളവർ പോഷകാഹാരക്കുറവ് നന്നായിട്ട് നിയന്ത്രിക്കും. അതിനെന്തൊക്കെ ചെയ്യണം? പ്രോട്ടീനും കലോറിയും കൂട്ടണം. ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള അത്യാവശ്യമായിട്ട് 2 സാധനമാണ് ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീനും ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം. അപ്പോൾ അതിനെന്തൊക്കെ കഴിക്കണം? പയറ് പരിപ്പുകൾ കൂട്ടുക. പിന്നെ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ധാന്യങ്ങളെ കൊണ്ട് കൂട്ടുക. പാലും മുട്ട, വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടി പാല് മുട്ട പോലത്തെ കൂടുതൽ പോഷകാഹാരമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കും. പിന്നെ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? എന്തൊക്കെ കഴിക്കാൻ പാടില്ല? പുകവലി പാടില്ല, മദ്യപാനം പാടില്ല, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മുറുക്കൽ പോലും എഴുതപ്പെടും. മുറുക്കൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണാം. സ്പെഷ്യലി പ്രായമുള്ള അമ്മമാർ, ഈ 60-80 വയസ്സൊക്കെയുള്ള ഓൾറെഡി ഷുഗറുള്ള ആൾക്കാർ മുറുക്കലുണ്ട്. അവരുടെ ആരോഗ്യം പിന്നെയും മോശം. അപ്പോൾ അത്തരക്കാരുടെ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറയും. പിന്നെ ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഈ പലഹാര ജങ്ക് ഫുഡ്, ഇത്തരം വസ്തുക്കൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പല ജങ്ക് ഫുഡ് സാധനങ്ങളൊന്നും
ആവശ്യത്തിനുള്ള പോഷക മൂല്യമുള്ള ഭക്ഷണം ആവശ്യം. അവർ വിചാരിക്കുന്നുണ്ട് അവർ ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷേ പോഷകാഹാര കുറവിലോട്ടാണ് അവർ കൊടുക്കുന്നത്. കാരണം വേണ്ട സാധനം അതില്ല, ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് പ്രോഡക്റ്റും കൊഴുപ്പും ഒക്കെ അതിനകത്തുണ്ടാകും. പക്ഷെ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന നല്ല രീതിയിലെ ഭക്ഷണം കഴിക്കാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കും, ശരീരം കൂടുതൽ ക്ഷീണിക്കാതെ നോക്കും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തമായി കണ്ടുപിടിച്ച് ചികിത്സിക്കും. പിന്നെ ഉള്ളത് ഫോളോ അപ്പിന് വേണം. അതായത് ഇവർ ചികിത്സ തുടങ്ങിയാൽ പിന്നെ അത് ചികിത്സയെല്ലാം ബാക്കിയെല്ലാം ആശാവർക്കറുടെ ചുമതലയാണ്, ഞാനത് ചെയ്യില്ല എന്നുള്ളൊരു ചിന്താഗതി. അത് സത്യമായിട്ടും ചില ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളത് അവരോട് പറയണം. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഡോക്ടറുടെ സേവനം ചെയ്യുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ഒന്നും ചെയ്യില്ല. ഒരിക്കലും ഈ അസുഖം അങ്ങ് പൊയ്ക്കോളും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമില്ല. കൃത്യമായ ചികിത്സയും കൃത്യമായ സന്ദർഭങ്ങളിലുള്ള ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായി നീക്കാൻ പറ്റൂ. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഭാഗികമായി മാറിയിട്ട് കാര്യമില്ല. ഒരല്പമെങ്കിലും അംശം ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് വർഷങ്ങളോളം ഇല്ല, ചിലർക്കെങ്കിലും 8-10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതേമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം, സംശയങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ക്യാമ്പയിൻ്റെ നോട്ടൊക്കെ ഉണ്ട്, അത് ഞാൻ സംശയങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും, എന്തും ചോദിക്കാം. അത് വിചാരിക്കണ്ട. അസുഖത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മരുന്നിനെ കുറിച്ചോ ചികിത്സയെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും. സർ, TB ഒരു സമയത്ത് എലിമിനേറ്റ് ചെയ്തായിരുന്നല്ലോ, ഇപ്പം എന്തുകൊണ്ടാണ് കൂടുതൽ കേസുകൾ വരുന്നത്? അല്ല, അതൊരു ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്. ട്യൂബർക്കുലോസിസ് ഒരിക്കലും നമ്മൾ എലിമിനേഷൻ ഇറാഡിക്കേഷൻ എന്നുള്ള ഫേസിലോട്ട് പൂർണ്ണമായി എത്തിയിട്ടുണ്ട്. എലിമിനേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ അസുഖം പടരുന്നതിന് തടഞ്ഞു. അസുഖം നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ അത് പുറത്ത് വേറൊരു വ്യക്തിയിലോട്ട് പടരുന്നതിന് തടയുമ്പോഴാണ് എലിമിനേഷൻ എന്നുള്ള വാക്ക്. നമ്മുടെ നാട്ടിൽ എലിമിനേഷൻ ഇറാഡിക്കേഷൻ കഴിഞ്ഞ ഒരു രോഗമേ ഉള്ളൂ. ഏതാണെന്നറിയാമോ? വസൂരി. പോളിയോ എലിമിനേഷൻ എത്തിയിട്ടുണ്ട്, ഇറാഡിക്കേറ്റഡ് ആണ്. വസൂരി 83-ൽ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്ത് ഇറാഡിക്കേഷൻ കഴിഞ്ഞു. അതായത് ആ രോഗം പൂർണ്ണമായും തുടച്ചു നിൽക്കും. അത് ഉള്ള രോഗികളും ഇല്ല, അത് പകരുന്ന അവസ്ഥയിൽ നിന്നും തടയണം. എലിമിനേഷൻ എന്നൊന്നും ഉദ്ദേശിക്കുന്നത് ഈ അസുഖമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അവരിൽ നിന്നും പുതിയൊരു രോഗിക്ക് അത് കിട്ടുന്ന അവസ്ഥയെ പൂർണ്ണമായും തടയിട്ടു എന്നുള്ളതാണ്. മറ്റസുഖങ്ങളെ പോലെയല്ല ഈ ട്യൂബർക്കുലോസിസ് എലിമിനേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ രോഗമുള്ള ഒരു വ്യക്തിക്ക് ഒരു വർഷം 15 ചികിത്സ ഇല്ലെങ്കിൽ 15 പേർക്ക് വരെ ഈ അസുഖം പടർത്തിവിടാനുള്ള സാധ്യതയുണ്ട്. 40% സാധ്യത, 20% ലൈഫ് ടൈം റിസ്ക്. പരത്താനുള്ള സാധ്യത അവരുടെ ജീവിതകാലത്തിൽ 20%. ഒരു വർഷം 15 പേരെ വരെ ഒരു രോഗിക്ക്, ചികിത്സ എടുക്കാത്ത രോഗിക്ക് ഈ അസുഖം പകർത്തി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലോട്ട് പോകുന്നത് തടയുക. ആ എലിമിനേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. സത്യത്തിൽ സംഭവിച്ചത് പണ്ട് 2000-2005 സമയത്തൊക്കെ ഈ അസുഖത്തിനെ കുറിച്ചുള്ള കണക്കുകൾ കുറച്ച് കുറഞ്ഞപ്പോൾ ഈ അസുഖം കുറഞ്ഞു എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടായി. അത് ഈ 2015 വിശദമായിട്ടുള്ള പഠനത്തിൽ നിന്നാണ് ഇത് പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഹിഡൻ ഡേഞ്ചറായിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ NTEP പ്രോഗ്രാമും ഇതുപോലത്തെ വളരെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നമുക്കുള്ളത്. നമ്മൾ എലിമിനേഷൻ എത്തിയിട്ടില്ല. എലിമിനേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ പറയുന്ന 80% ഡിറ്റക്ഷൻ കുറയ്ക്കുക, 90% മരണസാധ്യത കുറയ്ക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള ചിലവ് കുറയ്ക്കുക എന്നുള്ളതിൽ എത്തുമ്പോഴേ എലിമിനേഷൻ കംപ്ലീറ്റ് ആകും. അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആക്ച്വലി പണ്ടത്തെ ഒരുപാട് കാലത്തിനേക്കാളും വളരെ നല്ല നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ അതും പോരാ, ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ശരിക്കും താലൂക്ക് ആശുപത്രി തൊട്ട് മുകളിലോട്ടുള്ള മിക്കവാറുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും അതിനോടനുബന്ധിച്ചുള്ള TB ഡിറ്റക്ഷൻ യൂണിറ്റുകളുണ്ട്, ലബോറട്ടറി യൂണിറ്റുകൾ. അത്തരം സ്ഥലങ്ങളിലും നാറ്റിനുള്ള സംവിധാനമുണ്ട്. കടമ്പഴിപ്പുറത്താണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ നാറ്റിൻ്റെ സാമ്പിളുകൾ അരക്കിക്കാറ്. ഈ ചുറ്റുവട്ടത്ത് ചെറുപ്പളശ്ശേരി, തൃക്കടീരി, ഒറ്റപ്പാലം ഭാഗത്തുള്ള കൂടുതൽ കടമ്പഴിപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ നാറ്റ് പരിശോധന?
ഒറ്റപ്പാലത്തുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കില്ല. പക്ഷെ ഒട്ടുമുക്കാലും നമ്മുടെ ഇവിടെ തന്നെ അധികം ദൂരമല്ല, ജില്ലയ്ക്കുള്ളിൽ തന്നെ നാറ്റ് പരിശോധന ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ഹെൽത്ത് സെൻ്ററിൽ നാറ്റ് ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ കഫം സ്വീകരിച്ച് അപ്പ് ആൻഡ് സ്പോക്ക് എന്ന് പറയുന്ന സിസ്റ്റം വഴി വാഹനത്തിലൂടെ ഇത് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. എല്ലാ താലൂക്കിലാണ്, താലൂക്ക് തൊട്ട് മേളിലോട്ടുള്ള മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ ഇല്ലെങ്കിലും സാമ്പിൾ കളക്ട് ചെയ്ത് അത് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള സിസ്റ്റം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഏത് പബ്ലിക് ഹെൽത്ത് സെൻ്ററിലും ലാബ് ടെക്നീഷ്യൻ ഉള്ള ഏത് പബ്ലിക് ഹെൽത്ത് സെൻ്ററിലും സാമ്പിൾ സ്വീകരിച്ച് അത് എത്തിക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാൻ പറ്റും. ആശാ വർക്കേഴ്സ് ചെയ്യാറുണ്ട്. ആശാ വർക്കേഴ്സ് ഫീൽഡിൽ നിന്ന് വീട്ടിൽ ഹോം വിസിറ്റുകൾ പോകും. ആശാ വർക്കേഴ്സ് ഹോം വിസിറ്റിന് പോകുമ്പോൾ സംശയാസ്പദമായിട്ടുള്ള രോഗികൾക്ക് അവർക്ക് 2 ബോട്ടിൽ വെച്ച് കൊടുത്തു വിടാറുണ്ട്. അവർക്ക് സാമ്പിൾ സ്വീകരിച്ചിട്ട് കഫ പരിശോധന സാധാരണ സ്പൂട്ടം മൈക്രോസ്കോപ്പിയോ അല്ലെങ്കിൽ നാറ്റിനോ സാമ്പിൾ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്ക് അതിനുള്ള ഒരു യാത്രാ ചെലവും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനവും നമുക്കുണ്ട്. പക്ഷേ അതിലും ഡിറ്റക്ഷൻ കുറവാണെന്നുള്ളതാണ് സത്യം. കാരണം ഒരുപാട് ചുമതലകളുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ഒരു സിംഗിൾ ജോലി ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഒരുപാട് ചുമതലകളുടെ ഇടയിൽ കൂടെ അല്ല. അപ്പോൾ ഇത് എത്തിക്കുന്നതിന് ഇപ്പോഴും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നേ ഉള്ളൂ. സംവിധാനം നമുക്കുണ്ട്. നമ്മുടെ ജില്ലയ്ക്കുള്ളിൽ തന്നെ ഇത് കണ്ടുപിടിക്കാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് എത്തിക്കാനുമുള്ള സംവിധാനം നമുക്കുണ്ട്. അതിലെ 2 മരുന്നുകൾ സാധാരണഗതി എല്ലാ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു ക്ഷയരോഗിയുടെ ചികിത്സയ്ക്ക് 4 ആൻറ്റിബയോട്ടിക്കാണ് ആദ്യം തുടങ്ങുന്നത്. ഐസോനിയാസിൻ, റിഫാമിസിൻ, പൈറസിനമൈഡ്, എത്താൻജിട്രോൾ എന്ന് പറയുന്ന 4 മരുന്നുകളാണ്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യത, കാരണം ഇത് ക്ഷയരോഗ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന മരുന്നുകളാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ആദ്യത്തെ 2 ഐസോനിയാസിനും റിഫാമിസിനും കരളിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ മരുന്നും ഒന്നുകിൽ വൃക്ക അല്ലെങ്കിൽ കരളാണ് അതിന് നിർവീര്യമാക്കി ശരീരത്തിന് പുറത്ത് കളയുന്നത്. ഈ മരുന്നുകൾ ഈ കരളിൻ്റെ പ്രവർത്തനത്തിന് ചെറുതായിട്ട് ബാധിക്കും. അപ്പോൾ മരുന്ന് ശരീരത്തിന് പുറത്ത് പോവുകയല്ല, മദ്യം കഴിച്ചാൽ കരളിൽ ഉണ്ടാകുന്ന പോലത്തെ ഡാമേജ് ചെറുതായിട്ടെങ്കിലും ഈ മരുന്നുകൾ കഴിക്കുന്നവർക്കുണ്ടാകും. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോഴെങ്കിലും പോകാം. അത്തരം കേസുകളിൽ ഈ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും ഈ മരുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന് വേണ്ടി വെച്ചിരിക്കുന്ന മറ്റു മരുന്ന് ഏതാണ്ട് 9-10 മരുന്നുകൾ സെക്കൻഡ് ലൈൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ മരുന്നുകളൊന്നും തന്നെ സാധാരണഗതിയിൽ ഒരു അസുഖത്തിന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ ചികിത്സയിലെ സമയത്ത് കരളിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചികിത്സ മുടക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് പരിശോധനകൾ നടത്തിയാൽ മരുന്ന് ആവശ്യത്തിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ചികിത്സ തുടർന്ന് പോകാവുന്നതാണ്. അതും ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തെങ്കിലും സംശയമുണ്ടോ? സർ, ഒരു ജില്ലയുടെ മെയിൻ കേന്ദ്രത്തിൽ നിന്ന് മാത്രമാണ് അതിൻ്റെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെയല്ല ശരിക്കും. അതായത് നമുക്ക് KMSCL എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് മരുന്നുകൾ വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ പാലക്കാട് ആസ്ഥാനത്തേക്കാണ് ആദ്യം വരുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് മെഡിസിൻ, ഇപ്പോൾ ട്യൂബർക്ലോസിസ് ആണെങ്കിലും ഈ പറയുന്ന മന്ദരോഗത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മലമ്പനിയുടെ ആണെങ്കിലും എല്ലാ മെഡിസിൻസും ആദ്യം കൊണ്ടുവരുന്ന മെയിൻ വെയർഹൗസ് KMSCLൻ്റെ പാലക്കാട് ജില്ലാ ആസ്ഥാനം നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം വരുന്നത്. അവിടെ നിന്ന് അടുത്ത സീക്വൻസ് ഓരോ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരും. അത് ചിലപ്പോൾ ഹെൽത്ത് സെൻ്ററിൽ വരെ എത്താറുണ്ട്, ചിലപ്പോൾ ഹെൽത്ത് സെൻ്ററിലുണ്ട്. അത് ഓരോ സ്ഥലത്തേക്കും കൊടുക്കുന്നതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള സംവിധാനം TB യൂണിറ്റുള്ള സ്ഥലത്തേക്ക് TBയുടെ പരിശോധനകളും മരുന്നുകളും കൊടുക്കുന്നു. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യകതയില്ല, കാരണം അവരുടെ തൊട്ടടുത്ത് തന്നെ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടെങ്കിൽ താലൂക്ക് ആശുപത്രിയിലോട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ചെർപ്പളശ്ശേരി ആശുപത്രിയിലേക്ക് TB ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻസ് ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി വരാറില്ല. ഹെൽത്ത് വർക്കേഴ്സ്, മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിൻ്റെ ഇതിലോട്ട് വരാറുണ്ട്. അവർക്ക് കയ്യിൽ വരും. പക്ഷേ അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരും. കാരണം നമുക്ക് തൊട്ടടുത്ത് ഒറ്റപ്പാലത്ത് ചികിത്സക്കുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ തൃക്കടിയിലെയും അല്ലെങ്കിൽ ചെർപ്പശ്ശേരിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും രോഗം കണ്ടുപിടിച്ചാൽ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ അവർ കൊടുത്തു തുടങ്ങും. അല്ലാത്ത പക്ഷം അവരെ ഒറ്റപ്പാലത്ത്. ഇവിടെ ഇപ്പോൾ അടുത്തുള്ളൊരു പേഷ്യൻ്റ് ഉണ്ട്, TB പേഷ്യൻ്റ്. അവർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പാലക്കാടാണ്. അപ്പോൾ ഈ ആൾറെഡി രോഗി വളരെ ടയേർഡായിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും യാത്ര പോകുക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിയും ഫിസിക്കലിയും. ഒറ്റപ്പാലം ലിമിറ്റിനുള്ളിലാണെങ്കിൽ ഒറ്റപ്പാലം ആശുപത്രിയിൽ മരുന്ന് കിട്ടേണ്ടതാണ്. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് ആയിരിക്കില്ല, അല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റേ മരുന്ന് വളരെ കുറച്ചേ ഉണ്ടാവും. അത് ഒരു വർഷം തന്നെ വളരെ കുറച്ച് മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പാലക്കാട് പോകുന്നത്. കാരണം അത് മരുന്ന് അത് മാത്രം ഈ ഒരാൾക്ക് വേണ്ടി മാത്രം എത്തിക്കുന്നതിനേക്കാളും എളുപ്പം
രോഗി അവിടെ ചെന്ന് ചെയ്യും. കാരണം മാസത്തെ പ്രാവശ്യം അതെ അതെ. ഇല്ലെങ്കിൽ ഈ ഒരു സാമ്പിൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്തിട്ട് അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മേടിച്ചിട്ടായിരിക്കും അവിടെ ഒട്ടുമുക്കാലും കേസിലും ഏറ്റവും അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ